നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അയിരൂർ. പ്രധാന വാർത്തകൾ. കൂട്ടമാനഭംഗ കേസിലെ ഇരയുടെ പേര് വെളിപ്പെടുത്തിയ CPM ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണനെതിരെ എത്രയും വേഗം നടപടി വേണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. കേരളപ്പിറവിയുടെ വജ്രജൂബിലി ആഘോഷത്തിൽ പങ്കെടുപ്പിക്കാത്ത വിഷയത്തിൽ സ്പീക്കർ ഗവർണറോട് ഖേദം പ്രകടിപ്പിച്ചു. BJP റാന്നി നിയോജക മണ്ഡലം പഠന ശിബിരം നടന്നു. പഠന ശിബിരം PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി കൂട്ടമാനഭംഗ കേസിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണനെതിരായ നടപടി വൈകിക്കരുതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ ആവശ്യപ്പെട്ടു. രാധാകൃഷ്ണനെ പിന്തുണച്ച് ആരോഗ്യമന്ത്രി KK ശൈലജയുടെ നടപടി സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേസിലെ പ്രതി ജയന്തിനെതിരായ പാർട്ടി നടപടി വിശദീകരിക്കുമ്പോഴാണ് കെ രാധാകൃഷ്ണൻ പീഡനക്കേസിലെ ഇരയുടെ പേര് വെളിപ്പെടുത്തിയത്. കേരളപ്പിറവിയുടെ വജ്ര ജൂബിലി ആഘോഷത്തിൽ പങ്കെടുപ്പിക്കാത്ത വിഷയത്തിൽ സ്പീക്കർ ഗവർണറോട് ഖേദം പ്രകടിപ്പിച്ചു. ബോധപൂർവം ആഘോഷങ്ങളിൽ നിന്ന് ഒഴിവാക്കിയതല്ലെന്ന് കാണിച്ച് സ്പീക്കർ ഗവർണർക്ക് ക്ഷമാപണ കത്ത് നൽകി. ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണിക്കാത്തതിൽ ഗവർണർക്ക് അതൃപ്തിയുണ്ടെന്ന് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും സ്പീക്കർ ജസ്റ്റിസ് P സദാശിവത്തിന് അയച്ച കത്തിൽ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. നിങ്ങൾ ആഗ്രഹിക്കും പോലെ ചിത്രങ്ങൾ മനോഹരമാക്കുവാൻ വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. മോഡലിംഗ് ഫോട്ടോകൾക്ക് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിക്ക് സമീപിക്കുക വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. കപ്പുകളിൽ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യുവാനും വിവിധതരം ഫ്രെയിമുകളിലാക്കാനും ചിത്രങ്ങൾ വിവിധ ടൈലുകളിൽ ആലേഖനം ചെയ്യുവാനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ തനിമ ഒട്ടും മായാതെ കളറാക്കുവാനും വിവിധതരം ലാമിനേഷനുകൾ, മൊമെന്റോ വർക്കുകൾ എന്നിവയ്ക്കും കൃത്യതയാർന്ന സേവനം, ഉയർന്ന ഗുണനിലവാരം, സ്നേഹാദര സൗഹൃദ സമീപനം. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. വീഡിയോഗ്രാഫിയിൽ ആധുനികതയിൽ നിന്നും ആധുനികതയിലേക്ക് കുതിക്കുന്ന വിൽസൺ വീഡിയോഗ്രാഫിയുടെ ഹൈടെക് വെഡിംഗ് വർക്കുകൾ ലൈവ് ടെലികാസ്റ്റിംഗ് രംഗത്തും മികച്ച സേവനം ഉറപ്പു നൽകുന്നു. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. വാർത്തകൾ തുടരുന്നു. BJP റാന്നി നിയോജക മണ്ഡലം പഠന ശിബിരം നടന്നു. ദേശീയ നിർവാഹക സമിതി അംഗം PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. BJP റാന്നി നിയോജക മണ്ഡലം പഠന ശിബിരം ദേശീയ നിർവാഹക സമിതി അംഗം PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ഇരുമുന്നണികളും ഭരണം നടത്തിയ കേരളം ഇന്ന് തീവ്രവാദികളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇങ്ങനെ റാന്നി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ ഒരു വിളംബരമായി മാറുന്നു എന്നുള്ളതിൽ ഉള്ള എൻ്റെ സന്തോഷം, ചാരിതാർത്ഥ്യം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. 80 മുതൽ ചുമതല വഹിച്ച ആളായതുകൊണ്ട് എനിക്ക് ഇവിടേക്ക് മുമ്പ് വരാൻ അവസരം ഉണ്ടായിരുന്നു. റാന്നിയിൽ മറ്റെല്ലാ പ്രസ്ഥാനങ്ങളെക്കാളും അടുക്കും ചുറ്റിയോടും കൂടി നമ്മുടെ പ്രസ്ഥാനം ഉയരങ്ങളിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷെ ആ വളർച്ചയ്ക്ക് കുറച്ചുകൂടി കരുത്ത് നൽകാൻ, അതിന് നമുക്ക് കൂടുതൽ ഊർജം പകർന്നു നൽകാൻ സാധിക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമമായിട്ടാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ ക്യാമ്പിനെ കാണേണ്ടതായിട്ടുള്ളത്. എന്തിനാണ് നമ്മളുടെ ഒരു ദിവസം 25 മണിക്കൂർ സമയം ഒന്നിച്ച് ചിലവഴിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ അടിവരയിട്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അന്യോന്യമുള്ള ഹൃദയബന്ധം. ആ ഹൃദയബന്ധമാണ് പ്രസ്ഥാനത്തെയും കാര്യകർത്താക്കന്മാരെയും വളർത്തിയെടുക്കാനും സാമൂഹ്യ ജീവനത്തിന് വേണ്ടിയുള്ള സമർപ്പണം അവരിൽ സൃഷ്ടിക്കാനും ആ സമർപ്പണത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിലൂടെ മറ്റാളുകളെ ഈ മഹാപ്രസ്ഥാനത്തിന്റെ സന്ദേശവാഹകരായി മാറ്റാൻ, പ്രവർത്തകന്മാരായി മാറ്റാൻ, നേതാക്കന്മാരായി വളർത്തിയെടുക്കാനുള്ള അടിത്തറയായി തീർച്ചയായും ഈ ശ്രമത്തെ നമ്മളെല്ലാവരും കാണേണ്ടതാണ്.
സംസ്ഥാനത്ത് ഇന്ന് പ്രധാനമായും നടക്കുന്നത് തീവ്രവാദ സംഘടനകളിലേക്കുള്ള റിക്രൂട്ട്മെന്റാണ്. ഇതിനെതിരെ കാര്യക്ഷമമായ നടപടി സ്വീകരിക്കാൻ ഇരുമുന്നണി സർക്കാരുകൾക്കും കഴിഞ്ഞിട്ടില്ല. കേരളപ്പിറവിയുടെ 60ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ വികസനത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ മാറി മാറി ഭരിച്ച ഇരുമുന്നണികളും തയ്യാറാകണം. 6 പതിറ്റാണ്ടുകാലം ഏത് മേഖലയിലാണ് വികസനം എത്തിച്ചതെന്ന് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ സംസ്ഥാന കൗൺസിൽ അംഗം പ്രസാദ് എൻ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകുമാർ മണിപ്പുഴ, നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷൈൻ ജി കുറുപ്പ്, ജനറൽ സെക്രട്ടറി ജി അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി ന്യൂസ് റാന്നി. റാന്നിയിലെ കോടതി സമുച്ചയ നിർമ്മാണത്തിന് നടപടികൾ ആരംഭിച്ചതായി രാജു എബ്രഹാം MLA അറിയിച്ചു. മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. 8 നിലകളുള്ള കെട്ടിടമാണ് കോർട്ട് കോംപ്ലക്സിനായി പണിയാൻ ഉദ്ദേശിക്കുന്നത്. ശബരിമലയിൽ, പമ്പയിലും ത്രിവേണിയിലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് നേരിടാൻ മുൻകരുതൽ സംവിധാനം പരിഗണനയിൽ. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് സമയത്ത് ത്രിവേണിയിൽ വെള്ളം കയറി വാഹനങ്ങൾ മുങ്ങിയ പശ്ചാത്തലത്തിലാണ് പുതിയ സംവിധാനം പരിഗണിക്കുന്നത്. ശബരിമലയിലെ പമ്പയിലും ത്രിവേണിയിലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് നേരിടാൻ മുൻകരുതൽ സംവിധാനം പരിഗണനയിൽ. പമ്പയുടെ മുകൾ ഭാഗങ്ങളിൽ കനത്ത മഴയുണ്ടായാൽ KSEBയുടെ പവർ സ്റ്റേഷനുകളിൽ നിന്ന് പമ്പയിലെ എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്ക് അടിയന്തര സന്ദേശം കൈമാറുന്നതിനുള്ള സംവിധാനമാണ് ജില്ലാ ഭരണകൂടം പരിഗണിക്കുന്നത്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലത്ത് ത്രിവേണിയിൽ വെള്ളം കയറി വാഹനങ്ങൾ മുങ്ങിയ പശ്ചാത്തലത്തിലാണ് പുതിയ സംവിധാനം പരിഗണിക്കുന്നത്. ജില്ലാ കളക്ടർ R. ഗിരിജയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ഉദ്യോഗസ്ഥരുടെ ശബരിമല യോഗത്തിലാണ് തീരുമാനം. ആരോഗ്യവകുപ്പിന്റെ 18 എമർജൻസി മെഡിക്കൽ സെന്ററുകൾ, ശബരിമലയിലെ മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം IMAയുടെ പാലക്കാടുള്ള ഇമേജ് എന്ന ഏജൻസി ഏറ്റെടുത്തു കൊണ്ടുപോയി നശിപ്പിക്കും. ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് കുടിവെള്ളം നൽകുന്നതിന് ദേവസ്വം ബോർഡും വാട്ടർ അതോറിറ്റിയും വിപുലമായ സംവിധാനമൊരുക്കും. വാട്ടർ അതോറിറ്റി പുതിയ 8 RO പ്ലാന്റുകൾ സ്ഥാപിക്കും. 120 കിയോസ്കുകളിലൂടെ കുടിവെള്ളം നൽകും. നിലവിൽ 6 RO പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ദേവസ്വം നവംബർ അവസാനത്തോടെ 3 RO പ്ലാന്റുകൾ സ്ഥാപിക്കും. പമ്പയിൽ 50, പാണ്ടിത്താവളത്ത് 100, നിലയ്ക്കലിൽ 50 വാട്ടർ കിയോസ്കുകളിലൂടെ വെള്ളം നൽകും. മണിക്കൂറിൽ 1000 ലിറ്റർ കുടിവെള്ളം ലഭ്യമാകുന്ന RO പ്ലാന്റുകൾ പമ്പയിലും സന്നിധാനത്തും ഉടൻ സ്ഥാപിക്കും. കൂടാതെ ചുക്കുവെള്ള കൗണ്ടറുകളും ഉണ്ടാകും. സന്നിധാനത്തെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം മലിനീകരണ നിയന്ത്രണ ബോർഡ് 11 പരിശോധിക്കും. വിവിധ വകുപ്പുകൾ നടത്തുന്ന അറ്റകുറ്റപ്പണികൾ ഈ മാസം 12 മുമ്പ് പൂർത്തിയാക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ADM അനു S. നായർ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ G. ബാബു, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ് റാന്നി. മലയാളം ശ്രേഷ്ഠ ഭാഷ ഭരണഭാഷ വാരാചരണത്തിന്റെ ഭാഗമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ കോളേജ് വിദ്യാർത്ഥികൾക്കായി മലയാളം വാർത്താ വായന മത്സരം നടത്തും. നവംബർ 7-ാം തീയതി രാവിലെ 10 മണിക്ക് പത്തനംതിട്ട കളക്ടറേറ്റിലാണ് മത്സരം. വിജയികൾക്ക് സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളും നൽകും. പ്രമുഖ മാധ്യമപ്രവർത്തകരായിരിക്കും വിധികർത്താക്കൾ. പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് 9447313001 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇടവേള. ചൈതന്യ ആയുർവേദ ആശുപത്രി, പെരുമ്പുഴ, റാന്നി. ആയുർവേദത്തിന്റെ തനിമയും പരിശുദ്ധിയും അന്താരാഷ്ട്ര നിലവാരത്തിൽ ലഭ്യമാകുന്ന റാന്നിയിലെ ഏറ്റവും മികച്ച ആയുർവേദ ചികിത്സാ കേന്ദ്രം. ആധുനിക സൗകര്യങ്ങളുള്ള കിടത്തി ചികിത്സാ വിഭാഗം, പഞ്ചകർമ്മ ചികിത്സാ സൗകര്യം, നടുവേദന, അസ്ഥി തേയ്മാനം, ഡിസ്ക് തേയ്മാനം, സന്ധി രോഗങ്ങൾ, സ്ത്രീ രോഗങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധ ചികിത്സ. കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെയും നാഗാർജുന ആയുർവേദ ഔഷധശാലയുടെയും ഔഷധങ്ങൾ. ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ രേഖ S. ദേവി, BAMS, MD. ചൈതന്യ ആയുർവേദ ആശുപത്രി, പെരുമ്പുഴ, റാന്നി. ഫോൺ 9447463103. വാർത്തകൾ തുടരുന്നു. മിഷൻ ഗ്രീൻ ശബരിമലയുടെ ഭാഗമായി ശബരിമലയിൽ പ്ലാസ്റ്റിക് മാലിന്യം ഒഴിവാക്കുന്നതിന് ഗുരുസ്വാമിമാരുടെ സഹായം തേടും. ഇത് സംബന്ധിച്ച യോഗം 7-ാം തീയതി കൊച്ചിയിൽ നടക്കും. ശബരിമലയിൽ പ്ലാസ്റ്റിക് മാലിന്യം ഒഴിവാക്കുന്നതിന് ഗുരുസ്വാമിമാരുടെ സഹായം തേടും. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഗുരുസ്വാമിമാരുടെ യോഗം പുണ്യം പൂങ്കാവനം കോർഡിനേറ്റർ DIGP വിജയന്റെ നേതൃത്വത്തിൽ 7-ന് കൊച്ചിയിൽ നടക്കും. ജില്ലാ കളക്ടർ R. ഗിരിജയും പങ്കെടുക്കും. മിഷൻ ഗ്രീൻ ശബരിമലയുടെ ഭാഗമായി കളക്ടറേറ്റിൽ നടന്ന യോഗത്തിലാണ് ജില്ലാ കളക്ടർ വിവരം അറിയിച്ചത്. ശബരിമലയിലേക്ക് പ്ലാസ്റ്റിക് കൊണ്ടുപോകരുതെന്ന സന്ദേശം യോഗത്തിൽ ഗുരുസ്വാമിമാർക്ക് നൽകും. ഇരുമുടിക്കെട്ടിലും പ്ലാസ്റ്റിക് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടും. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ 12-13 തീയതികളിൽ ശബരിമലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. അമൃതാനന്ദമയി മഠം, സത്യസായി സേവാ കേന്ദ്രം, ആർട്ട് ഓഫ് ലിവിംഗ്, സൗഹൃദ ക്ലബ്ബ്, NSS എന്നിവരാണ് ഇതിൽ സഹകരിക്കുക. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നതിന് ജില്ലാ കളക്ടർ ഹയർ സെക്കൻഡറി ഡയറക്ടർക്ക് കത്ത് നൽകും. തിരുവല്ലയിലുള്ള സ്വകാര്യ ഏജൻസി പ്ലാസ്റ്റിക് മാലിന്യം ഏറ്റെടുക്കും. കണമല, ലാഹ എന്നിവിടങ്ങളിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിലും ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ, ചാലക്കയം എന്നിവിടങ്ങളിൽ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലും പ്ലാസ്റ്റിക് എക്സ്ചേഞ്ച് കൗണ്ടറുകൾ പ്രവർത്തിക്കും. സിറ്റി ന്യൂസ് റാന്നി.
മുഖ്യമന്ത്രിയുടെ കടാശ്വാസ പദ്ധതി 2016 അനുസരിച്ച് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നും 5 ലക്ഷം രൂപ വരെയുള്ള വായ്പകളിൽ മുതലും പലിശയും പിഴപ്പലിശയും ഉൾപ്പെടെ മുതലിൻ്റെ 200% തിരിച്ചടവ് നടത്തിയതിൽ ബാക്കി നിൽക്കുന്ന തുക കടാശ്വാസമായി അനുവദിക്കും. കൂടാതെ മുതലും പലിശയും പിഴപ്പലിശയും ഉൾപ്പെടെ മുതലിൻ്റെ 150% നാളിതുവരെ അടച്ചു തീർത്തതുമായ വായ്പയിൽ ബാക്കി നിൽക്കുന്നതും മുതലിൻ്റെ 200% എത്തുന്നത് വരെയുള്ളതുമായ തുക 24 പ്രതിമാസ ഗഡുക്കളായി തിരിച്ചടയ്ക്കണമെന്ന നിബന്ധനയിൽ പലിശയും പിഴപ്പലിശയും ഒഴിവാക്കി നൽകും. വിശദവിവരങ്ങൾക്ക് പന്തളം പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമസഭാ യോഗങ്ങൾ 8 മുതൽ 19 വരെയുള്ള തീയതികളിൽ നടക്കും. 1-ാം വാർഡിലേത് 16-ാം തീയതി NM LP സ്കൂൾ, 2-ാം വാർഡ് 9-ാം തീയതി ചിറയ്ക്കൽപ്പടി മൃഗാശുപത്രി, 3-ാം വാർഡ് 8-ാം തീയതി മണ്ണാറത്തറ NM LP സ്കൂൾ, 4-ാം വാർഡ് 8-ാം തീയതി വലിയകാവ് VSSൽ വെച്ചും, 5-ാം വാർഡ് ഗ്രാമസഭ 11-ാം തീയതി ഈട്ടിച്ചുവട് എബനേസർ ഹൈസ്കൂളിൽ വെച്ചും, 6-ാം വാർഡ് 14-ാം തീയതി വളകൊടിക്കാവ് MT LP സ്കൂളിൽ വെച്ചും, 7-ാം വാർഡ് 19-ാം തീയതി PJT ഓഡിറ്റോറിയത്തിലും, 8-ാം വാർഡ് ഗ്രാമസഭ 19-ാം തീയതി കരിങ്കുറ്റി സെൻറ് തോമസ് സ്കൂളിൽ വെച്ചും, 9-ാം വാർഡ് 10-ാം തീയതി പുളിമുക്ക് സെൻറ് തെരേസ സ്കൂളിലും, 10-ാം വാർഡ് 13-ാം തീയതി പുല്ലൂപ്രം ഗവൺമെൻറ് LP സ്കൂളിലും, 11-ാം വാർഡ് 13-ാം തീയതി വരവൂർ സ്കൂളിലും, 12-ാം വാർഡ് 19-ാം തീയതി പൂവന്മല MT LP സ്കൂളിലും, 13-ാം വാർഡ് ഗ്രാമസഭ 15-ാം തീയതി പുല്ലമ്പള്ളി MT LP സ്കൂളിലും നടക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കൂട്ടമാനഭംഗ കേസിലെ ഇരയുടെ പേര് വെളിപ്പെടുത്തിയ CPM ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണനെതിരെ എത്രയും വേഗം നടപടി വേണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. കേരളപ്പിറവിയുടെ വജ്രജൂബിലി ആഘോഷത്തിൽ പങ്കെടുപ്പിക്കാത്ത വിഷയത്തിൽ സ്പീക്കർ ഗവർണറോട് ഖേദം പ്രകടിപ്പിച്ചു. BJP റാന്നി നിയോജക മണ്ഡലം പഠന ശിബിരം നടന്നു. പഠന ശിബിരം PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.